സന്തോഷങ്ങളും സുഖങ്ങളും മാത്രമാണ് ജീവിതം എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, റീലുകളിൽ കാണുന്ന മായിക ലോകമാണ് എനിക്കും വേണ്ടത്, അത് ലഭിക്കാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, തങ്ങളുടെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും അപ്പുറം അതിന് വിള്ളലായി അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് മതമാണോ, വിശ്വാസമാണോ, സംസ്കാരമാണോ, മാതാപിതാക്കളാണോ, പണ്ഡിതന്മാരാണോ, ഗുരുവര്യന്മാരാണോ? അവരെയൊന്നും വില വെക്കാതെ മുന്നോട്ടു പോകാനും ജീവിതം മുഴുവൻ അടിച്ചു പൊളിക്കാനും തൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹപാഠിയുടെ വിഷമങ്ങളിൽ പോലും കൈകടത്തേണ്ടതില്ല, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പോലും പറഞ്ഞു വെക്കപ്പെടുന്ന ഒരു കാലത്ത് അതൊക്കെ അപ്പുറത്ത് അപരനെ ചേർത്തു പിടിക്കേണ്ടതുണ്ട് എന്നും, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, വിലാസം നഷ്ടപ്പെട്ട മനുഷ്യർക്കൊപ്പം കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ എന്നും, നമുക്ക് നമ്മുടെ സർവശക്തനായ ദൈവത്തിലൂടെ നമുക്ക് ലഭിച്ച, അള്ളാഹുവിലൂടെ നമുക്ക് ലഭിച്ച ഉത്തരവാദിത്തത്തെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നും ആരാണ് ഈ പുതിയ കാലത്തെ തലമുറയോട് പറയുക? എങ്ങനെയാണ് നമുക്ക് അങ്ങനെയുള്ള ചിന്തകളിലേക്ക് എത്താൻ കഴിയുക? എൻ്റെ കുറിച്ച് മാത്രമല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചൊക്കെയും എനിക്ക് ചിന്തയുണ്ടാകണം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും എനിക്ക് സംസാരിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നാളെ എനിക്കെതിരെ പ്രശ്നം വരുമ്പോൾ സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന പ്രശസ്തമായ വാക്കുകൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അലയടിക്കുക? എങ്ങനെയാണ് നമുക്ക് തൊട്ടടുത്തിരിക്കുന്നവൻ്റെ സങ്കടങ്ങളിൽ ഉൾച്ചേരാൻ കഴിയുക? എങ്ങനെയാണ് ലോകത്തെവിടെയോ മരണപ്പെട്ടു പോകുന്ന ഐലൻ കുർദിമാരെ പോലെയുള്ള കുട്ടികളെ ഓർത്ത് സങ്കടപ്പെടാൻ കഴിയുക? നമുക്കാവുന്നത് ചെയ്യാൻ കഴിയുക നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ്, നമുക്ക് ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെയാണ് ആശയങ്ങളും ചിന്തകളും നമ്മളിലേക്ക് ഉൾത്തിരിഞ്ഞു വരുന്നത്? അതിന് നമ്മുടെ ഉള്ളിലെ സർഗ ചിന്തകളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്.